നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമാക്കേണ്ടത്. ഈ വേദിയെ കോൺഗ്രസിന്റെ മറ്റേതൊരു നേതാവിനേക്കാളും ഉന്നത നേതാവിനേക്കാൾ കൂടുതൽ നമ്മൾ കയ്യടിയോടെ സ്വീകരിക്കേണ്ട കുറച്ച് ആളുകളുണ്ട്. ഈ 5 ദിവസക്കാലം നമുക്ക് 3 നേരവും ഭക്ഷണം വിളമ്പിത്തുന്ന ജോലിക്കാർ, നമുക്ക് വേണ്ടിയിട്ട് ഈ ഹോളിനും മറ്റ് സൗകര്യങ്ങൾക്കും താഴെ സെക്യൂരിറ്റി, നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനം ഒരുക്കുന്ന വിഷയം, അവരെ എല്ലാവരെയും നിറകൈകളോടുകൂടി കയ്യടിയോടുകൂടി സ്വീകരിച്ച് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അവർക്ക് നമ്മുടെ ഉപഹാരം സമർപ്പിക്കുന്നതാണ് ഈ നടക്കുന്നത്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഇനി മുതൽ നമ്മുടെ ചരിത്രം ഇങ്ങനെയാണ് നമ്മൾ പുതുക്കിപ്പണിയേണ്ടത്. ഞാൻ വേദിയിലേക്ക് വടയാർ കാറ്ററിംഗിന്റെ ഓരോ ജോലിക്കാരെ നമ്മൾക്ക് 3 നേരം ഭക്ഷണം വിളമ്പിക്കുന്ന സ്നേഹത്തോടെ നമ്മൾ കരുതിയ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ജിജോ വടയാർ, വിഷ്ണു, ആഷിഖ്, ജബീർ, നിതേഷ്, നിബിൻ. ദയവായി സൈഡിൽ നിന്ന് സംസാരിക്കുന്നവർക്ക് ഞാൻ പറയുന്നതിന്റെ മൂല്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ 5 മിനിറ്റ് മൗനമായിട്ട് നിന്ന് ഇവർക്ക് കയ്യടികളൊക്കെ സ്വീകരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണോ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. നിബിൻ, അനീഷ്, പ്രഭാകർ, ബിജു, സുരേഷ്, സിമി, മോമന, ശകുന്തള ചേച്ചി, പ്രമോദ്, രാജേഷ്, സുജിത്, ഷാരിഫ്, ഹാഷിം, സാബ്, ബാബു, VP സതീശൻ, CT അശോകൻ, ES സജീവ്, ജയൻ കുന്നേൽ, വിജിത് ശശിധരൻ ഏലൂർ, ശശികുമാറേട്ട്, നമ്മുടെ ഹോളിനും മറ്റ് സൗകര്യങ്ങൾക്കും സെക്യൂരിറ്റി ആയിട്ട് നിന്ന് നമ്മളെ സഹായിച്ച ശശികുമാറേട്ട്, ജോണിച്ചേട്ടൻ, ഏലിയാസ്, അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിച്ച് നമ്മൾക്ക് എല്ലാ സൗകര്യം ചെയ്തിരുന്ന അഭിജിത്ത്, രഞ്ജിത്ത്, ബെന്നി, ഷബ്രി, മണിയപ്പൻ, പന്തൽ ഒരുക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ മിഥുനും സഹപ്രവർത്തകരും, നമ്മുടെ മെമ്മന്റോ അടക്കം ഡിസൈൻ ചെയ്ത വിൻസ് പെരിഞ്ചേരി അടക്കമുള്ള മുഴുവൻ ആളുകളും വേദിയിലേക്ക് കടന്നവരാണ്. നമ്മളൊരു യോഗവും സമ്മേളനവും കഴിഞ്ഞ സമ്മേളനം വേദിയിൽ പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും കാണാതെ പോയ മനുഷ്യരാണിത്. നാളിതുവരെയുള്ള നമ്മൾ ഒരു സമ്മേളനത്തിൽ നമ്മൾ കാണാതെ പോയ മനുഷ്യരെ ഇന്ന് ഈ യോഗത്തിൽ തുടങ്ങി നമ്മൾ ഇങ്ങോട്ടുള്ള മുഴുവൻ കാലം കണ്ട് പരിചയിച്ചു വേണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജി വിഭാവനം ചെയ്ത രീതി സാധാരണക്കാരിലേക്ക് പതിച്ചു നടേണ്ടത്. വലിയ ചില്ല സൗധങ്ങളിൽ നിന്ന് തെരുവുകളിലേക്ക് പടർത്തിയ ഗാന്ധിയുടെ മാർഗത്തിലൂടെ നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ വീണ്ടും കോൺഗ്രസിനെ നമ്മൾ ജീവസൂത്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്ത ഭാരത് ജോഡോ സന്ദേശം ഈ രാജ്യത്തുള്ള മനുഷ്യർക്ക് പൊതു സന്ദേശമായിട്ട് നമുക്ക് പകർന്നു നൽകാൻ സാധിക്കുക. ഒരു ദിവസം 1 മണിക്കൂർ 1 മിനിറ്റ് ഇവരുടെ ജോലിയിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ നമുക്ക് ഈ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഒരു നിമിഷം ഒരു മൈക്ക് ഓഫ് ചെയ്യപ്പെട്ടെങ്കിൽ നമുക്ക് ആർക്കും സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റില്ല. ഒരു ലൈറ്റ് അനാവശ്യമായിട്ട് ഓഫ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എല്ലാം നിശ്ചലമാകപ്പെടുമായിരുന്നു. അവര് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു പരിപാലിച്ച പരിപാടിയാണ്. ഇവിടെ പങ്കെടുക്കുന്ന ആളുകളെക്കാൾ സൂക്ഷ്മമായിട്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് പ്രയത്നിച്ച മനുഷ്യരെയാണ് നമ്മൾ ഈ വേദിയിൽ സ്വീകരിച്ചത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി നീണ്ടുനിന്ന നമ്മുടെ ഗാന്ധിയുടെ കോൺഗ്രസ് അധ്യക്ഷ പദവിയുടെ 100ാം വാർഷികത്തിന് നമ്മൾ ഈ 3 സെഷനുകളിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട വിവിധ വിഷയങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രഗത്ഭരായ അധ്യാപകരും എഴുത്തുകാരും ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സാമുദായിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നമുക്ക് അറിവുകൾ പകർന്നു നൽകി. ആ സെഷന്റെ അവസാനമാണ് ഇന്നിവിടെ ഏറ്റവും അവസാനം ചർച്ചയിലൂടെ ആ ചർച്ചയുണ്ടാക്കിയ സാമ്പത്തിക വിപ്ലവത്തിന്റെ
ഏറ്റവും വലിയ വ്യാപ്തിയെക്കുറിച്ചും അത് ഇന്ത്യയുടെ ഇന്ന് കാണുന്ന ഈ സാമ്പത്തിക സൗകര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വന്ന് സംസാരിച്ച ഒരാൾ പോലും നമ്മൾ ഉയർത്തിയ ആശയങ്ങൾ അത് ഗാന്ധിയും കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകിയ സർക്കാരുകളുടെയും ഒക്കെ ആശയങ്ങളാണ്. അതിലൊരു ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകണം, അത് നിലനിൽക്കണം. അത് ഈ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറഞ്ഞു വച്ചത്. അത് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് പിന്നെയും നിങ്ങളെ പോലെയുള്ള ഈ കാലഘട്ടത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ സെഷൻ ഇവിടെ അവസാനിച്ചതിന് ശേഷം ജൈമിനി പഥക്കിന്റെ രാമുദേവായ് എന്ന് പറയുന്ന ഏകാംഗ നാടകം ഇവിടെ ഉണ്ടാകും. 1 മണിക്കൂറിലധികമുള്ള ആ ഏകാംഗ നാടകം നമ്മളെല്ലാവരും കാണണം. ഗാന്ധിയും ഗാന്ധിയുടെ സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയുമായി നടത്തിയ സംഭാഷണങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ നാടകത്തിലൂടെ ജൈമിനി പഥക്